എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. തൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമാസ് ലീഹ ഇല്ലായിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ട് ചോദ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ, യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, തോമാസ് ലീഹ ഇല്ലാത്തപ്പോൾ യേശു എന്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള മറ്റൊരു ചോദ്യം. കാരണം യേശുവിനറിയാം തൻ്റെ ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് ജീവിതത്തിൽ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാവരും ഉള്ളപ്പോഴല്ലേ യേശു പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തോമാസ് ലീഹയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനറിയാം തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസം അത് അധിക നാൾ നീണ്ടു പോവുകയില്ല. അങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് തൻ്റെ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തൻ്റെ ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിക്കണമെങ്കിൽ ഇനിയും അവർക്ക് പ്രത്യക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. അവരുടെ വിശ്വാസത്തെ ഇനിയും ഊട്ടിയുറപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് യേശുവിനറിയാം. അതുകൊണ്ട് തോമാസ് ലീഹയെ യേശു തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് തോമാസ് ലീഹയെ മാത്രം തിരഞ്ഞെടുത്തു? ബാക്കിയുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ, അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ തോമാസ് ലീഹയെ മാത്രം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? തോമാസ് ലീഹയെക്കുറിച്ച് നമുക്കറിയാം, ഒരാളല്പം സ്ട്രോങ് ആയിരുന്നു. അത് മാത്രമല്ല, യേശു തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോമാസ് ലീഹ പറയുന്നുണ്ട്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന്. അപ്പോഴെന്തിനേയും നേരിടുവാൻ തക്ക വിധത്തിലുള്ള ഒരു ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലീഹ. അതുകൊണ്ട് യേശുവിനറിയാം, തോമാസ് ലീഹ ഇല്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ തോമാസ് ലീഹ അതിനെ ചോദ്യം ചെയ്യും. തോമാസ് ലീഹ വാശി പിടിക്കും, എനിക്കും അവനെ കാണണമെന്ന്. അങ്ങനെ തോമാസ് ലീഹയുടെ വാശിക്ക് മുൻപിൽ കീഴടങ്ങി വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുവാൻ സാധിക്കും എന്ന് യേശു മനസ്സിലാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്ലാൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് തോമാസ് ലീഹ ഇല്ലാത്തപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടത്. യേശുവിനെ കണ്ടപ്പോൾ തോമാസ് ലീഹ പ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അത് അവിടെയുള്ള എല്ലാ ശിഷ്യന്മാരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഒരു സ്വരമായിരുന്നു. അത് തോമാസ് ലീഹയിലൂടെ അത് പുറത്തു വന്നു എന്ന് മാത്രം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വിശ്വാസം, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം, അത് ലഭിച്ചിരിക്കുന്നത് തോമാസ് ലീഹയിലൂടെയാണ്. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തക്ക വിധം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ദുക്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.